എല്ലാവർക്കും വിൻമേ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉഴുന്നുവടയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാം നമുക്ക് നോക്കാം. ഞാനിവിടെ 1 കപ്പ് ഉഴുന്ന്, 2 ടേബിൾ സ്പൂൺ പച്ചരി, വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കുരുമുളക് മുഴുവനായിട്ട് അതെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു പകുതി ഉള്ളി, വലിയ ഉള്ളിയാണ്, ഒരു പകുതി ഉള്ളി എടുത്താൽ മതി, ഒരു പകുതി ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഉഴുന്നും പച്ചരിയും കൂടിയിട്ട് ഒരു 2 മണിക്കൂർ കുതിർത്ത് വെക്കണം. അപ്പോൾ 2 മണിക്കൂർ കുതിർത്ത് വെച്ച ഉഴുന്നാണിത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടേ ഇത് അരക്കണ്ടു. അധികം വെള്ളമില്ലാണ്ട് ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളം മാത്രം ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. അധികം ഇടവും വേണ്ടേ, കുറച്ചായിട്ട് എടുത്തിട്ട് അരക്കാം. നമുക്ക് ആദ്യം ഒന്ന് അരച്ച് നോക്കാം, വേണമെങ്കിൽ കുറച്ചായിട്ട് വെള്ളം ഒഴിക്കാം. അപ്പോൾ നമ്മൾ ഉഴുന്ന് അരഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഉഴുന്നും കൂടി നമുക്ക് അരച്ചെടുക്കാം. ഉഴുന്നിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച മാവ് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നന്നായിട്ട്. എന്നാൽ അത് നമ്മളെ ഉഴുന്നുവട നല്ല ഫ്ലഫി ആയിട്ട് വരുക. നമ്മൾ മാവ് കുറച്ച് ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ല, നല്ല ഫ്ലഫി ആയിട്ട് ഇപ്പം തന്നെ ഉണ്ട് മാവ്. ഇനി നമുക്ക് ഉപ്പിട്ടിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്യാം. മാവ് ഞാനിവിടെ ഉപ്പും ചേർത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബീറ്റർ വെച്ചിട്ട് അടിച്ചാൽ ഉഴുന്നുവട നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ മിക്സിയിലിട്ടിട്ട് അരച്ചിട്ടാകുമ്പോൾ നമ്മളെ വട ഹാർഡായി പോകും. അതേ മറിച്ച് നമ്മൾ ഗ്രൈൻഡറിലാണ് ഈ മാവ് അരക്കുന്നതെങ്കിൽ നമുക്ക് ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മൾ കുറച്ചെല്ലാം ഉഴുന്നിട്ടിട്ട് അരക്കുമ്പോൾ നമ്മൾ മിക്സിയിലല്ലേ അരക്കും എപ്പോഴും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ ബീറ്റർ വെച്ചിട്ട് അരച്ചാൽ നല്ല സോഫ്റ്റ് ഉഴുന്നുവട കിട്ടും. ഇനി നമുക്ക് ഈ എടുത്ത് വെച്ച ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഉള്ളി, ഒരു പകുതി ഉള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി, പച്ചമുളക്, കുരുമുളക്, കറിവേപ്പില, ഇതെല്ലാം ഇതിലേക്ക് മിക്സാക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മളെ ഈ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വട ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ അടുപ്പ് വെച്ചിട്ട് ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്, അത് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി വറുക്കാൻ. ഈ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി വട ചുട്ടെടുക്കാം. അപ്പോൾ നമ്മളെ വട ഒരു ഭാഗമായിട്ട് ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട തന്നെയാണ് കിട്ടുക കേട്ടോ. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ഐഡിയയിൽ നല്ലോണം ഒന്ന് എഗ് ബീറ്റർ വെച്ച് ഒന്ന് ബീറ്റ് ചെയ്താൽ നല്ല അടിപൊളിയായിട്ടുള്ള വട കിട്ടും നിങ്ങൾക്ക്. ഒന്ന് കുറച്ചുകൂടെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ നമ്മളെ വടയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാൻ. നമുക്ക് ബാക്കിയുള്ള വടയും കൂടി ഇനി ഇങ്ങനെ ചുട്ടെടുക്കാം. അപ്പോൾ എല്ലാ വടയും ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്.
സോഫ്റ്റ് ആയിട്ടുള്ള വടയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ മെത്തേഡിൽ. പിന്നെ എഗ് ബീറ്റർ ഇത് നല്ല സോഫ്റ്റ് ആണെന്നുണ്ടല്ലേ. എഗ് ബീറ്റർ ഇല്ലാത്ത കൂട്ടർ വിസ്ക് വെച്ചിട്ടായാലും ചെയ്താൽ മതി. നല്ലോണം ഒന്ന് വിസ്ക് വെച്ചിട്ട് നമ്മൾ മുട്ട അടിക്കുന്ന പോലെ തന്നെ വിസ്ക് വെച്ചിട്ട് അടിച്ചാലും നല്ല കുറച്ച് സോഫ്റ്റായിട്ട്, ഇത്ര കിട്ടൂലെങ്കിലും ഏകദേശം നല്ല സോഫ്റ്റ് തന്നെ മാവ് കിട്ടും. നല്ല സോഫ്റ്റായിട്ടുള്ള ഉഴുന്നുവടയും കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.